ഹൈ റിട്ടേൺ റേഷ്യോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും സ്ട്രോങ് സപ്പോർട്ടിൽ ലഭിക്കുന്നതും അതേസമയം ലെസ് വോളറ്റൈൽ ആയതുമായ 3 ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഈ 3 കമ്പനികൾക്കും മികച്ച ബിസിനസ് മോഡലുമുണ്ട്. ഒന്നാമത്തെ സ്റ്റോക്ക് പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ന് പോളിക്യാബ് 1.7% ഉയർന്ന് 4975 ക്ലോസിംഗ് നൽകി. 74,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 45, ഡിവിഡൻഡ് yield 0.4%. 52 വീക്ക് ഹൈ 5733, 52 വീക്ക് ലോ 2753. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 14% റിട്ടേൺ നൽകി. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 17%, പ്രോഫിറ്റ് ഗ്രോത്ത് 18%, ROE 19%. പോളിക്യാബ് എന്ന കമ്പനി പ്രധാനമായും കേബിൾസും വയർസും മാനുഫാക്ചർ ചെയ്യുന്നു. ഇതുകൂടാതെ FAMG പ്രോഡക്റ്റുകളായ ഫാൻ, സ്വിച്ചസ്, സ്വിച്ച് ഗിയർ, LED ലൈറ്റ്, ലൂമിനറീസ്, സോളാർ ഇൻവെർട്ടർ എന്നിവയും മാനുഫാക്ചർ ചെയ്യുന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനി അതിൻ്റെ സെയിൽസ് ഉയർത്തി. 4,218 കോടിയിൽ നിന്നും 4,340 കോടിയിലേക്ക് കമ്പനിക്ക് അതിൻ്റെ സെയിൽസ് ഉയർത്താൻ സാധിച്ചു. 417 കോടി രൂപയുടെ പ്രോഫിറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 13% ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പോളിക്യാബ് എന്ന കമ്പനിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റുകൾ വന്നതിനെ തുടർന്ന് സ്റ്റോക്കിൽ നമ്മൾക്ക് ഹെവി കറക്ഷൻ കാണാൻ സാധിച്ചു. ഇതെല്ലാം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളായിരുന്നു. എന്നിട്ടും സ്റ്റോക്ക് ഇടിഞ്ഞിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് തുടർച്ചയായി ഉയർത്തുകയാണ്. ഡിസംബർ ക്വാർട്ടറിൽ 12.4% നിന്നും 13.4%ലേക്ക് FIS സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. DISന് 7%, പബ്ലിക്കിന് 13%, പ്രൊമോട്ടേഴ്സിന് 65%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. 4,967 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 4,000 എന്ന സ്ട്രോങ് സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് അപ്സൈഡിലേക്ക് നീങ്ങുകയാണ്. 5,400, 5,500 തുടങ്ങിയ സോണുകളാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 5,700 എന്ന ലെവലാണ് ഓൾ ടൈം ഹൈ. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോഴും 15%-അടുത്ത് ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അതായത് 15%-ഓളം റിട്ടേൺ തരാൻ ശേഷിയുള്ള സ്റ്റോക്കാണ് പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ്. രണ്ടാമത്തെ സ്റ്റോക്ക് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്നത്തെ ദിവസം 1.7% ഉയർന്ന് 3,560 സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. 68,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 67.9, ഡിവിഡൻഡ് yield 0.07%, 52 വീക്ക് ഹൈ 4,125, 52 വീക്ക് ലോ 2,422. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓട്ടോമോട്ടീവ്, റെയിൽവേ, കൺസ്ട്രക്ഷൻ, മൈനിങ്, അഗ്രികൾച്ചർ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ, എഞ്ചിനീയറിംഗ്, മെറ്റൽ ഫോംഡ് പ്രൊഡക്റ്റുകൾ എന്നിവ മാനുഫാക്ചർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ CG പവർ ഇന്ത്യ എന്ന കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ളതുവഴി കമ്പനി സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് സെക്ടറിലേക്കും പ്രവർത്തിക്കുന്നുണ്ട്. ROE 27%, ROCE 31.6%, 52 വീക്ക് ഹൈ 4,125, 52 വീക്ക് ലോ 2,422. കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല. 11%-അടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. റീസെൻ്റ്ലി നെറ്റ് പ്രോഫിറ്റ് 341 കോടിയിൽ നിന്നും 824 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താനും സാധിച്ചു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 47%, പ്രോഫിറ്റ് ഗ്രോത്ത് 44%, ROE 24%-അടുത്ത്. 4,400 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 821 കോടിയുടെ കടമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 45% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 28%, DISന് 14%, പബ്ലിക്കിന് 11%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന റെസിസ്റ്റൻസ് 4,100 സ്റ്റോക്ക് 3,500 എന്ന സ്ട്രോങ് സപ്പോർട്ടിനടുത്തായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾക്ക് സ്റ്റോക്കിൽ ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നടത്താവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ എലാക്സി ലിമിറ്റഡ്. ഇന്ന് ടാറ്റ എലാക്സി 0.3% ഉയർന്ന് 7,711 അടുത്ത് ക്ലോസിംഗ് നൽകി. 47,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 60.27, 52 വീക്ക് ഹൈ 9,200, 52 വീക്ക് ലോ 5,882. ടാറ്റ എലാക്സി എന്ന കമ്പനി ടെക്നോളജി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഓട്ടോമോട്ടീവ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറുകളിലെല്ലാം തന്നെ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. ഇതോടൊപ്പം തന്നെ കമ്പനി ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളും നെറ്റ്വർക്ക് ഡിസൈൻ സ്റ്റുഡിയോസുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ROE 41%, ROCE 47.7, 52 വീക്ക് ഹൈ 9,200, സ്റ്റോക്ക് 7,700 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു.
ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ക്വാർട്ടർ ടു ക്വാർട്ടർ സെയിൽസ് 882 കോടിയിൽ നിന്നും 914 കോടിയിലേക്ക് ഉയർത്തുകയും 30% ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 25%, പ്രോഫിറ്റ് ഗ്രോത്ത് 43%, ROE 37%. 2000 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 200 കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളൂ. പ്രൊമോട്ടേഴ്സിന് 43.9% സ്റ്റേക്ക് ഹോൾഡിംഗ്. FIs അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 13.8 നിന്നും 15.2% ഉയർത്തി. DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.8 നിന്നും 5.7% ഉയർന്നു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 35%. സ്റ്റോക്ക് കുറച്ചാഴ്ചകൾക്ക് മുൻപേ 9200 എന്ന 52 വീക്ക് ഹൈക്ക് അടുത്തെത്തിയതിനു ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് 7500 എന്ന സപ്പോർട്ടിലെത്തുകയും അവിടെ നിന്നും 7700 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു ക്വാളിറ്റി സ്റ്റോക്കിൽ ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ ടാറ്റ എൽഎക്സി പോലുള്ള ഹൈ ഗ്രോത്ത് കാറ്റഗറിയിലെ ക്വാളിറ്റി സ്റ്റോക്കുകൾ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്